മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 1075 പവൻ സ്വർണം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വലിയ വീമ്പും പറഞ്ഞ് നടന്ന കരുണ ആ 75 പവൻ സ്വർണവും മുക്കുകൊണ്ടായിരുന്നു കൊടുത്തത്. ഇങ്ങനെ സ്വർണം കൊടുത്ത് പറ്റിക്കുന്നതിലും ഭേദം കൊടുക്കാതിരിക്കുന്നതായിരുന്നു നല്ലതെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാവരും ഈ വിഷയം അറിഞ്ഞ് കലഹങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. ഇത്രയും നാൾ മഹാലക്ഷ്മിക്കാണ് വീട്ടിലെ എല്ലാവരും ഒരു വിലയും കൽപ്പിക്കാഞ്ഞത്. എന്നാൽ ഇന്നു മുതൽ കരുണയ്ക്കും ആരും പ്രത്യേകിച്ചൊരു വിലയും കൊടുക്കുന്നില്ല. എന്തെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ ചതിയല്ലേ അവരോട് ചെയ്തത്. മാത്രമല്ല മുക്കുകൊണ്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്നായാലും കണ്ടുപിടിക്കില്ലേ. അതോടെ ആ കരുണയുടെ വിലയും പോയി. അവൾ ചെയ്ത അഹങ്കാരത്തിനുള്ള തിരിച്ചടി അവക്കായിട്ട് തന്നെ തിരിച്ചു വരികയും ചെയ്യുന്നു. ഇത്രയും നാൾ ദുർഗാമ്മയും ഉണ്ണിയും മഞ്ജു എല്ലാവരും കരുണ എന്ത് വലിയ തെറ്റ് ചെയ്താലും അത്രയ്ക്ക് വലിയ വിഷയമാക്കാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുമായിരുന്നു. എന്നാൽ ഇനി മുതൽ അങ്ങനെ ആയിരിക്കില്ല. ഇത്രയും നാൾ മുത്തശ്ശിക്കും പ്രതാപനും എല്ലാവർക്കും ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. തങ്ങളുടെ മകളാണ് രാജകുമാരി, ആ പാവം മഹാലക്ഷ്മി വേറെ ഒരു തോഴി. ആ അഹങ്കാരത്തിന് പറ്റിയൊരു തിരിച്ചടി കരുണയുടെ അഹങ്കാരം കൊണ്ട് തന്നെ വന്നു ചേർന്നു. അതേസമയം ഈ കാര്യങ്ങളെല്ലാം മഞ്ജു അറിയുന്നുണ്ട്. മഞ്ജുവിന് ആകെ അങ്ങ് ദേഷ്യമാവുന്നുണ്ട്. എന്നിട്ട് മഞ്ജു ദുർഗാമ്മയെ വിളിച്ച് പറയുന്നുണ്ട്, അമ്മേ ഞാനങ്ങോട്ട് വന്ന് അവരെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ കരണം അടിച്ച് ഞാൻ പൊട്ടിക്കും. അത് കേട്ട് ദുർഗാമ്മ പറയുന്നുണ്ട്, ഞാൻ അവൾക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു കഴിഞ്ഞു മോളെ. എന്തായാലും നമ്മൾ അവളെ ഇത്രയും വിശ്വസിച്ചിട്ട് നമ്മളോട് ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതേയില്ല. ഒടുവിൽ മഞ്ജു കരുണയെ കാണാനായിട്ട് കമലേശ്വരം വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് മഞ്ജു കരുണയെ കണ്ട് പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെയാണ് കണ്ടത്. അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതുമാണ്. ആ മഹാലക്ഷ്മി ഏട്ടത്തി ഇവിടെ വന്നു കയറിയപ്പം ഞാൻ അവരോട് എങ്ങനെ കാട്ടിക്കൂട്ടിയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു കണക്കിന് നിങ്ങളെല്ലാവരും പിരിവെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ അവരോട് പെരുമാറിയതും. അതിലെൻ്റെ അമ്മയും ഒരു കാരണക്കാരി തന്നെയാണ്. നിങ്ങളൊരു പെരുങ്കള്ളിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അത് കേട്ട് കരുണ പറയുന്നുണ്ട്, മോളെ ഒരു അബദ്ധം പറ്റിയതാണ്. മോളോ? ഏത് മോള്? ഇതാണോ അബദ്ധം? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ സ്വന്തം അനിയത്തിക്ക് നിങ്ങൾ ഇങ്ങനൊരു ചതി ചെയ്യുമോ? ഈ സ്വർണം ഞാൻ എവിടെയെങ്കിലും പണയം വെക്കാനോ വിൽക്കാനോ പോയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ഉറപ്പായും ഞാൻ അകത്തായേനെ. പിന്നെ എന്താകുമായിരുന്നു എൻ്റെ ജീവിതം? എൻ്റെ ഏട്ടൻ എന്തിയേ? എനിക്കൊരു കോന്തനേട്ടനുണ്ടല്ലേ, അയാൾ എവിടെ പോയിരിക്കുന്നു? അങ്ങനെ ഉണ്ണിയുടെ അരികിലേക്ക് മഞ്ജു വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങളും കൂടി അറിഞ്ഞിട്ടാണോ എന്നോട് ഈ ചതി ചെയ്തത്? അത് കേട്ട് ഉണ്ണി പറയുന്നുണ്ട്, ഈ വിവാഹം നടക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. അന്നേരം മഞ്ജു പറയുന്നുണ്ട്, ഓഹോ ഇങ്ങനൊരു ഏട്ടൻ, എൻ്റെ ഏട്ടനാന്ന് പറയുന്നത് പോലും എനിക്ക് നാണമാവുന്നു. അതൊക്കെ കണ്ണേട്ടനെ കണ്ടുപഠിക്കണം. മറ്റുള്ളവരുടെ എച്ചിൽ നിന്ന് കിടക്കുന്ന കൊടിച്ചിപ്പട്ടിയായിട്ടാണ് നിൻ്റെ ജന്മം. എന്തായാലും ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാണ്. ഭാര്യയുടെ അടിമയായിട്ട് ജീവിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നട്ടല്ലില്ല. കണ്ണേട്ടന് നട്ടല്ലില്ലെന്ന് എപ്പോഴും നിങ്ങൾ പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണേട്ടൻ്റെ നട്ടല് അപകടത്തിൽ ക്ഷതം പറ്റിയതാണ്. നിങ്ങളങ്ങനല്ല. അതുകൊണ്ടല്ലേ നട്ടല്ലില്ലാത്ത രൂപത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൂട്ടു നിൽക്കുന്നത്. അത് കേട്ട് ഉണ്ണി പറയുന്നുണ്ട്, ഈ വക കാര്യങ്ങളൊന്നും നടന്നത് എൻ്റെ അറിവോടെയല്ല. ഈ വിവാഹം മുടങ്ങാതെ നടക്കണമെന്ന് മാത്രം കരുണ എന്നോട് എപ്പോഴും പറയുമായിരുന്നു. പിന്നെ മഞ്ജുവിനും അമ്മയ്ക്കും ഒക്കെ താല്പര്യമായിട്ട് നിന്നുവല്ലോ. അന്നേരം മഞ്ജു ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് മുക്കുകൊണ്ടം തന്ന് പറ്റിക്കാമെന്ന് വിചാരിച്ചോ? ഇത്രയും ദിവസം ഞാൻ വിചാരിച്ചിരുന്നു എന്തൊക്കെ നഷ്ടപ്പെട്ടാലും എനിക്ക് ഈ സ്വർണ്ണമെങ്കിലും സമ്പാദ്യമായി കാണുമെന്ന്. നിങ്ങൾ കണ്ണേട്ടനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നോട് ചതി ചെയ്തു. സത്യത്തിൽ എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു, ഇത്രയും സ്വർണ്ണവിലയ്ക്ക് ഇത്രയും സ്വർണ്ണം ആരാണ് സമ്മാനമായിട്ട് തരുന്നത്, പ്രത്യേകിച്ചും കരുണേട്ടത്തി. പിന്നെ ഞാൻ വിചാരിച്ചു കണ്ണേട്ടനെയും മഹാലക്ഷ്മിയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്വർണ്ണമൊക്കെ സമ്മാനമായി നൽകി എൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നതെന്ന്. അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തും ചെയ്യുമെന്ന് പറഞ്ഞിരുന്നുവല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ സത്യമായിരിക്കുമെന്ന്. അതിനുള്ള തിരിച്ചടി എനിക്ക് തന്നെ നിങ്ങൾ തന്നു. എന്തായാലും നിങ്ങൾ എന്നെ പാടെ ചതിച്ചു. അത് കേട്ട് കരുണ പറയുന്നുണ്ട്, നീ കൂടുതൽ കിടന്ന് അലറിയൊന്നും വേണ്ട. എന്നോടിങ്ങനെ മോശമായിട്ട് ആരും പെരുമാറിയിട്ടോ സംസാരിച്ചിട്ടോ ഇല്ല. എൻ്റെ അച്ഛൻ പോലും എന്നെ ഇതുവരെ നുള്ളി നോവിച്ചിട്ട് പോലും ഇല്ല. അന്നേരം മഞ്ജു പറയുന്നുണ്ട്, അതിൻ്റെ കുറവ് നിങ്ങൾക്ക് കാണാനുമുണ്ട്. അത് കേട്ട് കരുണ ചോദിക്കുന്നുണ്ട്, നീ എന്തു പറഞ്ഞടി? എന്നോട് മുട്ടാൻ വേണ്ടിയിട്ട് നീ ആയോ? അന്നേരം മഞ്ജു പറയുന്നുണ്ട്, എനിക്ക് മുക്കുവേണ്ട സമ്മാനം തന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ തലയിൽ കയറിയിരുന്ന് നിരങ്ങാൻ ഞാൻ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല. നിങ്ങളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. ആ ഒരു ഓർമ്മയിൽ മാത്രമാണ് ഞാൻ ഇത്രയെങ്കിലും ക്ഷമിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ കരണക്കുറ്റി അടിച്ച് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അത് കേട്ട് കരുണ വാശിയോടെ പറയുന്നുണ്ട്, അങ്ങനെ അടിച്ചു പൊട്ടിക്കാനാ വന്നെങ്കിൽ അടിച്ചോടി. എൻ്റെ കൈ മാങ്ങ പറിക്കാനൊന്നും പോത്തില്ല. തിരിച്ചും ഞാൻ നന്നായിട്ട് അടിച്ചു പൊട്ടിച്ചിരിക്കും. അത് കേട്ട് മഞ്ജു പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ കാണുന്നത് പോലും അറപ്പാണ്. നിങ്ങളും മറ്റുള്ളവരുടെ കാരുണ്യത്തിൽ തന്നെയാണ് ഇവിടെ കഴിയുന്നത്. കാരണം ഈ വീട് എൻ്റെ കണ്ണേട്ടന് മാത്രം അവകാശപ്പെട്ടതാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ കണ്ണേട്ടന് അവകാശപ്പെട്ട എല്ലാ സ്വത്തിൻ്റെ അവകാശി ഭാര്യയായ ലക്ഷ്മിയേട്ടത്തിക്കും കൂടെ വരും. അങ്ങനെ നോക്കുവാണെങ്കിൽ ലക്ഷ്മിയേട്ടത്തിയുടെ ആ ഒരു ദാനത്തിൻ്റെ പുറത്താണ് നിങ്ങളിവിടെ കഴിഞ്ഞു പോകുന്നത്.
മറ്റുള്ളവരുടെ ജീവിതത്തിലും കഞ്ഞിയിലും കല്ലിട്ടിട്ട് ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നത് തന്നെയാണ് നല്ലത്. അത് കേട്ട് ഉണ്ണി പറയുന്നുണ്ട്, ദേ മഞ്ജു, നിൻ്റെ വാക്കുകൾ അതിര് കടക്കുന്നു. അന്നേരം മഞ്ജു പറയുന്നുണ്ട്, ഞാൻ അതിര് കടന്നിട്ടില്ല. അതിര് കടന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാനിപ്പം ജയിലിലായേനെ. ഒന്നുമില്ലേലും എൻ്റെ കാരുണ്യത്തിലാണ് നിങ്ങളിവിടെ കഴിയാൻ പോകുന്നതെന്ന് ഓർത്തോണം. കാരണം ഈ കാര്യം സീരിയസ് ആയിട്ട് എൻ്റെ കണ്ണേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണേട്ടൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാനാകില്ല എന്നൊക്കെ മഞ്ജു കലിയോടെ പറയുന്നു. കാരണം എനിക്ക് കണ്ണേട്ടൻ്റെ മേൽ അത്രയും ഹോൾഡുണ്ട്. നിങ്ങളെല്ലാം വെറുപ്പ് തുപ്പിച്ചാണ് എന്നെ കണ്ണേട്ടനെ ഇങ്ങനെ അകറ്റി ഈ പരുവത്തിലാക്കിയത്. അത് കേട്ടിട്ട് കരുണ പറയുന്നുണ്ട്, നിൻ്റെ ആഗ്രഹം നടന്നില്ലേടി. നീ ആഗ്രഹിച്ചതുപോലെ മേഘനാഥനെ ഭർത്താവായി കിട്ടിയില്ലേ? എന്നാൽ അവൻ നിന്നെ ആഗ്രഹിച്ചത് സ്വത്ത് മോഹിച്ച് മാത്രമാണ്. അതുകൊണ്ടാണ് നിനക്ക് ഞാൻ ഇങ്ങനൊരു സ്വത്ത് തന്നത്. അങ്ങനെയെങ്കിലും ഈ കല്യാണം നടക്കട്ടെ എന്ന് വെച്ച്. അന്നേരം മഞ്ജു പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് നടത്തിയ ആ വിവാഹ സമയത്തെക്കുറിച്ച് ഇപ്പോഴും ഓർത്ത് ഞാൻ പഴിക്കുവാണ്. അത് കേട്ട് എല്ലാവരും ആകെ അങ്ങ് ഞെട്ടിപ്പോകുന്നു. അതേസമയം ദുർഗാമ്മ പറയുന്നുണ്ട്, എൻ്റെ മോള് പറയുന്നതിലും കാര്യമുണ്ട്. എന്തായാലും കരുണേ, നീ ചെയ്തത് വല്ലാത്ത ചതിയായിപ്പോയി. ഈശ്വരൻ പോലും പൊറുക്കാത്ത ചതി. എൻ്റെ പേരക്കുട്ടി നിൻ്റെ വയറ്റിൽ കിടക്കുന്നതിൻ്റെ പേര് ഞാൻ നിന്നെ പ്രാകുന്നില്ല. അമ്മയുടെയും മഞ്ജുവിൻ്റെയും വാക്ക് കേട്ടിട്ട് ഉണ്ണിയും കരുണയെ കുറ്റപ്പെടുത്തി പറയുന്നു. അത് കേട്ട് ആർക്കും വേണ്ടാത്തവളെ പോലെ കരുണ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നു. കരുണയുടെ കരച്ചിൽ കണ്ടിട്ടും മഞ്ജുവിൻ്റെ കലി അടങ്ങുന്നില്ല. എന്നിട്ട് മഞ്ജു പറയുന്നുണ്ട്, നിങ്ങളുടെ കഴുത്തിലും കാതിലും കിടക്കുന്ന ഈ ഓർണമെൻറ്റ്സ് പോലും സ്വർണ്ണമാണോ ഇല്ലയെന്ന് എനിക്ക് സംശയമുണ്ട്. ഉണ്ണിയേട്ട എന്തായാലും ഒരു കാര്യം ചെയ്യേ, ഇവരുടെ കഴുത്തിലും കാതിലും വീട്ടിൽ വെച്ചിരിക്കുന്ന സ്വർണ്ണമെല്ലാം എടുത്തുകൊണ്ട് പോയി ഏതെങ്കിലും ഒരു ജ്വല്ലറി കൊണ്ടുപോയി ഉരച്ചു നോക്കി സ്വർണ്ണമാണോ അല്ലയെന്ന് ഉറപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഭാവിയിൽ അത്യാവശ്യം വന്ന് ഇതിലേതെങ്കിലും ഒരു പവൻ സ്വർണ്ണം എടുത്ത് എവിടെയെങ്കിലും പണയം വെക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നിങ്ങൾ അകത്താകും. ആ സമയത്തും അവരെന്തെങ്കിലും മുടൻ തന്നെ ആയാൽ പറഞ്ഞുകൊണ്ടിരിക്കും. അത് കേട്ട് കരുണയ്ക്ക് കലി കൂടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ദേ നിൻ്റെ കർണക്കുറ്റി ഞാൻ അടിച്ചു പൊട്ടിക്കും. അത് കേട്ട് മഞ്ജു പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് ചെയ്ത ഈ ചതിക്ക് നിങ്ങളൊരു ഗർഭിണിയായിപ്പോയി. അല്ലായിരുന്നെങ്കിൽ അതിനുള്ള മറുപടി തരാൻ തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും നിങ്ങൾക്ക് നല്ല അഹങ്കാരമുണ്ട്. അധികം വൈകാതെ അതിനുള്ള തിരിച്ചടി കിട്ടിക്കോളും. എനിക്കുള്ള അഹങ്കാരത്തിൻ്റെ തിരിച്ചടി എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ആ അനുഭവത്തിൽ പറയുക, മര്യാദയ്ക്ക് ജീവിച്ചാൽ നിങ്ങൾക്ക് നല്ലതാ, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും കരയേണ്ടി വരും. അത് കേട്ട് ഉണ്ണി പറയുന്നുണ്ട്, കരുണേ, നിനക്കിപ്പോൾ തൃപ്തിയായോ? നീയാ പറഞ്ഞത് ഈ വിവാഹം നടക്കണം, ഒരു കാരണവശാലും മുടങ്ങരുതെന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഇതിനൊക്കെ ഞാൻ കൂട്ടുനിന്നത്. അത് കേട്ട് കരുണ ഒരു നാണവും ഇല്ലാതെ പറയുന്നുണ്ട്, വേണ്ട, നിങ്ങളൊന്നും പറയണ്ട. നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ നാണം കെടുത്തി. ഇനിയും ഞാൻ ഇതൊക്കെ കേട്ട് നിൽക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ആ ലക്ഷ്മിയും കൂടി ഇനി വിളിച്ചുകൊണ്ട് പോവാ. അവളുടെ വിചാരണയ്ക്കും കൂടി ഞാൻ നിന്ന് തരാം. ഈ പ്രശ്നം ഇവിടം കൊണ്ട് തീരുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. ഈ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ അച്ഛനോട് തുറന്നു പറയും. അന്നേരം മഞ്ജു കലിയോടെ പറയുന്നുണ്ട്, നിങ്ങളുടെ ഒരു അച്ഛൻ, അയാളാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരൻ. അയാളെ കണ്ടാലും എനിക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനെല്ലാം തുറന്നു പറയും. എന്തായാലും മഹാലക്ഷ്മിയുടെ എല്ലാ ശത്രുക്കൾക്കും ഓരോ തരത്തിൽ തിരിച്ചടി കിട്ടുന്നുണ്ട്. ഇനി ആർക്കൊക്കെ അടുത്ത തിരിച്ചടി കിട്ടാൻ പോകുന്നു എന്ന് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ.